മതി. എന്ത് മതിന്ന്? ദേ അപ്പു, ഇതങ്ങ് കുടിച്ചേ. ആകെ ഇത്രയല്ലേ എടുത്തിട്ടുള്ളൂ. അതും കൂടി വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ആണായി ജീവിക്കാനാ ആന്റി അപ്പുനിഷ്ടം. അതെ ആന്റി, അപ്പു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നാ അവള് പറയുന്നത്. അവക്ക് ഒരാണായി മാറണമെന്ന്. വേണ്ട, എനിക്ക് മതി. അത് പറഞ്ഞാ പറ്റില്ല. ദാ ഈ സ്പൂണും കൂടെ കഴിക്ക്. വാ തുറന്നേ. അച്ഛനാണല്ലോ. ആന്റി, ഇതൊന്ന് കൊടുത്തേ. ഹലോ, നീ എവിടെയാ മാളു? ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ അച്ഛാ. എന്താ വിളിച്ചത്? രാത്രിയിൽ നിനക്ക് അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ? ഇങ്ങ് പോരായിരുന്നില്ലേ? അത് പിന്നെ അച്ഛാ, അപ്പുനെ കുറച്ചു മുമ്പ് റൂമിലേക്ക് മാറ്റി. അതിന് നീ തന്നെ അവിടെ നിൽക്കണമെന്നുണ്ടോ? അവിടെ അത്രയും പേരില്ലേ? ഇല്ലച്ചാ, ഇവിടെ ഇപ്പോ ഞാനും ഗീതാന്റെയും മാത്രമേ ഉള്ളൂ. അങ്കിളും അമ്പിയമ്മാവനും ഒക്കെ വീട്ടിലേക്ക് പോയി. അവര് രാവിലെ വരൂ. റൂമിൽ ഇപ്പൊ എന്താ രണ്ടുപേരുടെ ആവശ്യം? ബിപിയുടെ കൂടെ നിനക്കും ഇങ്ങ് പോരായിരുന്നില്ലേ? അല്ലച്ചാ, ഞാൻ ആന്റിക്കൊരു സഹായത്തിന് കൂടെ നിൽക്കാന്ന് കരുതി. മാളു, നീ അരുണിനോട് നിശ്ചയവും കല്യാണമൊക്കെ ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛാ, എല്ലാം ഞാൻ പറയാം. ആദ്യം അപ്പുനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ. എന്നിട്ട് അച്ഛൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാം. ഓക്കെ അച്ഛാ, ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. അച്ഛൻ ദേഷ്യത്തിലാണോ മോളെ? ആയിരിക്കും. എന്തിനാ വെറുതെ വഴക്ക് കേട്ടത്? ഞാൻ പറഞ്ഞതല്ലേ ബിപിയുടെ ഒപ്പം പൊയ്ക്കോളാൻ. ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അച്ഛന്റെ പിണക്കവും വഴക്കവും ഒന്നും ആന്റി കാര്യമാക്കണ്ട. നീ കഴിച്ചു കഴിഞ്ഞല്ലേ? വാ കിടക്കാം. വാ. അതൊക്കെ അതൊക്കെ ആള് നല്ല മിടുക്കിയായിട്ടുണ്ടല്ലോ. ഇനി കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുമ്പോഴേക്കും അങ്ങ് ഉഷാറായിക്കൊള്ളൂ. ചെല്ലേ ഇതാ. ഇനി ചെക്കപ്പിന് എന്ന് ചെല്ലണമെന്ന് വല്ലതും പറഞ്ഞോ VP? ഇല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതെ, കുറച്ചു ദിവസത്തേക്ക് താഴത്തെ റൂമിൽ കിടന്നാലോ അപ്പു? വേണ്ട, ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം. ആന്റി വിട്ടോ, ഞാൻ കൊണ്ടുപോവാം. വാ. മാളു, അപ്പു ഇപ്പൊ ഓക്കെ അല്ലേ? ഗീതയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ.
മോള് വേഗം വീട്ടിലേക്ക് ചെല്ല്. 2-3 ദിവസമായി ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നില്ലേ? അശ്വതിയും മുരളിയും ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. മോള് ചെന്ന് അവരൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക. അത് ശരിയാ. മാളൂട്ടിയും ആകെ ടയർഡായിരിക്കുകയല്ലേ. പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ പോട്ടെ അപ്പോ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഒന്ന് വാ. മോളെ, അമ്മ വരണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊണ്ടുപോയി ആന്റി. വാ അപ്പോ. അതെ, കുറച്ച് ദിവസത്തേക്ക് അവരെ വിലക്കാനും നിയന്ത്രിക്കാനും ഒന്നും പോകണ്ട കേട്ടോ. ഇങ്ങനെയൊന്നും സംഭവിച്ചതായി പോലും ആരും ഭാവിക്കുകയും വേണ്ട. എല്ലാം പഴയതുപോലെ അങ്ങ് പോട്ടെന്നേ വി പി. എന്താ? അല്ല, അമ്പിമാമനോടെ യാത്രയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉവ്, അടുത്ത കുറച്ച് ദിവസം വയനാടും കോഴിക്കോടുമായിട്ട് ഞാൻ ഉണ്ടാവേണ്ടതാ. അല്ല, ഇവിടെ ഇപ്പൊ എന്റെ ആവശ്യമുണ്ടെങ്കിൽ യാത്ര മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. വേണ്ട, ഇനിയിപ്പോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. പോയിട്ട് സാവധാനം വന്നാ മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കൽപ്പറ്റയെന്ന് നമ്മുടെ ജനനിക്കണ്ണന. നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവോ എന്ന് ഉറപ്പിക്കാനുള്ള വിളിയാ. ആ വി പി, താൻ എന്നെ വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലൊന്ന് വിട്ടേക്കണേ. പിന്നെന്താ? ഹലോ കണ്ണ, ഞാൻ വരുവടാ. പുലർച്ചയ്ക്ക് അങ്ങെത്തും. പിന്നെ ദേവസി മാഷ് ഉണ്ടാവില്ലേ? എന്നാ ശരി, ഓക്കെ.